ഹായ് ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഹനാസത്ത് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളൊന്നും കൂടെ റിമൈൻഡ് ചെയ്യുകയാണ്, എൻ്റെ വീഡിയോ കാണുമ്പോൾ 3 മിനിറ്റെങ്കിലും മിനിമം കണ്ടതിന് ശേഷം മാത്രമേ ലൈക്ക് ചെയ്യാൻ പാടുള്ളൂ, ഷെയർ ചെയ്യാൻ പാടുള്ളൂ, സബ്സ്ക്രൈബ് ആൻഡ് ആ കൊച്ചു ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ എൻ്റെ പഴയ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. പിന്നെ നമുക്ക് ഇനി ഫുഡിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഡിഷിലോട്ട് പോവാം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി സ്പെഷ്യൽ ഡിഷാണ്. വേറെ ഒന്നുമല്ല, ഡൂൺ. പക്ഷെ നമുക്ക് നമ്മളെല്ലാവരും പുറത്തുനിന്നാണ് അത് വാങ്ങുന്നത്. പക്ഷെ ഈ അവസ്ഥയിൽ നമുക്കത് പോകാൻ പറ്റാത്തതുകൊണ്ട് ഇന്ന് എൻ്റെ ഉമ്മച്ചി അത് വീട്ടിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഉമ്മച്ചിയുടെ കിച്ചണിലോട്ട് പോവാം. ഹലോ, അസ്സാം വലൈക്കും. ഇന്ന് ഞാനൊരു പുതിയ ഡിഷുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. നമ്മളെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഡോണറ്റ്സ് ആണ്. സാധാരണ നമ്മൾ ഷോപ്പിൽ നിന്നും മോളിൽ നിന്നൊക്കെയാണ് ഡോണറ്റ്സ് മേടിക്കാറുള്ളത്. വീട്ടിലെങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് റെഡിയാക്കാമെന്ന് ഞാനിവിടെ പർപ്പസ് മാവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു 1/2 കപ്പ് ചെറു ചൂട് പാല് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി 3 ടേബിൾ സ്പൂൺ ഷുഗർ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ നമുക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ മെൽറ്റഡ് ബട്ടറും യൂസ് ചെയ്യാം, ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഒരു മുട്ടയും കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മാവിലോട്ട് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് നന്നായിട്ട് ഇതിനെ കൈവച്ച് തന്നെ കുഴച്ചെടുക്കാം. ഏകദേശം ഒരു സ്റ്റിക്കി ആയിരിക്കും മാവ്. അത് നമുക്ക് കുഴയ്ക്കുമ്പോഴത്തേക്കും ആ സ്റ്റിക്കിയൊക്കെ മാറി നോർമലിൽ വന്നോളും. പിന്നെ മുട്ട ചേർക്കുമ്പോൾ റൂം ടെമ്പറേച്ചർ ആയിരിക്കണം ഇത്. അപ്പോൾ നമുക്കൊരു ടേബിൾ ടോപ്പ് നന്നായിട്ട് തുടച്ചിട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് ഓയിൽ, ആ ടോപ്പിൽ കുറച്ച് ഓയിൽ നമുക്ക് ആഡ് ചെയ്ത് ഈ മാവിനെ നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് കുഴയ്ക്കുന്നത്. ഏകദേശം ഒരു 5 മിനിറ്റോളം നമ്മളിത് കുഴയ്ക്കേണ്ടി വരും. നമുക്കിതിനെ ഇനി ഒരു 1/2 അവർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. കുറച്ച് ഓയിൽ നമുക്കിതിൻ്റെ പുറത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടിയുണ്ട്. ഇതുമാതിരി അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഒരു നനഞ്ഞ ടവലോ അല്ലെങ്കിൽ ഒരു ഫിലിം കവറോ വെച്ച് നന്നായിട്ട് കവർ ചെയ്ത് റെസ്റ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്കിതിനെ കണ്ടില്ലേ, ഇതുമാതിരി നമുക്ക് ചെയ്ത് ഫെർമെൻറ്റ് ചെയ്യണം. നമുക്കിനി മാവിൻ്റെ ടെക്സ്ചർ എങ്ങനെയാണെന്ന് നോക്കാം. മാവ് നല്ല ഫെർമെൻ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ടേബിൾ ടോപ്പിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പരത്തിയെടുക്കാം. ഒരു ചപ്പാത്തി റോളർ വെച്ച് നമുക്കിതിനെ പരത്താം. നമുക്ക് ഇച്ചിരി കട്ടിയായിട്ട് വേണം സംഭവം ഇരിക്കാൻ. ചപ്പാത്തിയുടെ ഷേപ്പ് മാതിരി പരത്തിയിട്ടുണ്ട്. ഇച്ചിരി കട്ടിയായിട്ടാണ് ഇതാ കണ്ടില്ലേ, ഇതുമാതിരി ഇരിക്കണം. ഇനി നമുക്കിതിനെ ഒരു സർക്കിൾ, ഇത് കണക്കൊരു സർക്കിൾ കിട്ടുമെങ്കിൽ നമുക്ക് കപ്പോ എന്തെങ്കിലും എടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനെല്ലാം സർക്കിളാക്കിയിട്ടുണ്ട്. നമുക്കിതിനെ പയ്യെ ഒന്ന് മാറ്റാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, പെർഫെക്റ്റ് ആയിട്ടുള്ള ഷേപ്പിൽ നമുക്ക് ഡോണറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ബാക്കി ഞാൻ എന്താ വന്ന മാവ് ഇതാണ്. ഇതിന് നമുക്ക് വീണ്ടും ചെയ്യാം. ഇനി നമുക്ക് സെൻറ്ററിലോട്ട് ഒരു റൗണ്ട് കൊടുക്കേണ്ടിയുള്ളൂ. ഇപ്പം ഏതെങ്കിലും ഒരു നമ്മുടെ കുപ്പിയുടെയൊക്കെ ലിഡുണ്ട്, ഞാനിപ്പോൾ അതാണ് എടുത്തിട്ടുള്ളത്. ഇതിന് നമുക്ക് സെൻറ്ററിൽ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുമാതിരി ദണ്ട ഇത് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, എന്നിട്ട് ഇതിനെ നമുക്ക് ഇങ്ങനെ പുറത്തെടുക്കാം. കണ്ടില്ലേ, ഏകദേശം നമ്മുടെ ഒരു ഉഴുന്നുവട മാതിരിയൊക്കെ വരും. കണ്ടോ, പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് സംഭവം. അപ്പോൾ ഞാൻ തന്നെ എല്ലാം ഇതുപോലെ ഹോളിട്ട് എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള മാവിലൂടെ നമുക്കിതിൻ്റെ ഒരു 10-12ഓളം ഡോണറ്റ്സ് നമുക്ക് കിട്ടും. കണ്ടില്ലേ, എന്ത് ഭംഗിയെന്ന് കണ്ടില്ലേ. ഇനി നമുക്കിതിനെ ഓയിലിട്ട്
ഫ്രൈ ചെയ്തെടുക്കാം. ഓവൺ പാൻ അടുപ്പത്ത് വെച്ചു, എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു പ്രത്യേക കാര്യം, ഇത് കണക്ക് നമ്മൾ ഡോണറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ തീ ഒട്ടും പാടില്ല, വളരെ കൺട്രോളിൽ മാത്രമേ തീ പോകാൻ പാടുള്ളൂ. അപ്പോൾ ഇതാ കണ്ടില്ലേ, എൻ്റെ ഇത് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ രണ്ട് വെച്ചിട്ടാണ് ബേക്ക് ചെയ്യാൻ പോകുന്നത്. ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇത്ര തീയേ പാടുള്ളൂ. ഇനി നമുക്കൊരു ചെറിയ സ്റ്റിക്ക് വെച്ച് അതിൻ്റെ സെൻറ്റർ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുമാതിരി നമുക്ക് കറക്കി കൊടുക്കേണ്ടിയുണ്ട്. കണ്ടില്ലേ, അപ്പോൾ അതാ കണ്ടില്ലേ, ഞാൻ അതിനെ തിരിച്ച് മറിച്ചിട്ടിട്ടുണ്ട്. കണ്ടോ, ഏകദേശം നല്ല ഫ്ലഫി ആയി വന്നിട്ടുണ്ട് സംഭവം. നമുക്ക് ഈ സ്റ്റിക്ക് വെച്ച് ഇങ്ങനെ തന്നെ ആക്കി കൊടുക്കണം, എങ്കിലേ അകം നന്നായിട്ട് വേവത്തുള്ളൂ. കണ്ടോ കണ്ടോ, ഇതൊന്ന് ഫ്രൈ ആവണ സമയം കൊണ്ട് നമുക്ക് വേറെ രണ്ടെണ്ണം ഇതിൻ്റെ സൈഡിലിട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഒട്ടും തീ ഞാൻ ഇട്ടിട്ടില്ല, ഇല്ലെങ്കിൽ നമുക്ക് അകം വേവത്തില്ല. അതുകൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. കണ്ടോ, ഏകദേശം നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ആ ഷേപ്പും അതുപോലെ ആയിട്ടില്ലേ. കണ്ടില്ലേ, അപ്പോൾ അതാണ്ട് എല്ലാം ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ, കണ്ടോ, ആ കറക്റ്റ് ഷേപ്പ് ഒക്കെ കണ്ടില്ലേ. ഇനി നമുക്ക് ബാക്കിയുള്ളത് കൂടെ ഇതുമാതിരി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എന്താണ്ട് ഡോണറ്റ്സ് ഒക്കെ റെഡിയാക്കി ഒരെണ്ണം ഞാൻ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരെണ്ണം ഞാൻ കാണിച്ചു തരാം. ഇതുമാതിരി എടുക്കുക, നമുക്കിതിലോട്ട് ചോക്ലേറ്റിലോട്ടൊന്ന് നമുക്ക് ഡിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, കണ്ടോ കണ്ടോ, ഇതുമാതിരി നമുക്കിതിനെ എടുക്കാം. ഞാൻ രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട്. എൻ്റെ കുട്ടിയൊക്കെ പഞ്ചസാരയാണ് ബാക്കിയുള്ളതിനായിട്ട് നമുക്കൊന്ന് അതിനെയും പഞ്ചസാര കൊണ്ട് നമുക്കിത് ഇങ്ങനെ ചെയ്തെടുക്കാം. കണ്ടോ, അപ്പോൾ ഇത് വേറെ ഒരു സ്റ്റൈലാവും. കണ്ടോ, ബാക്കിയുള്ളത് നമുക്ക് അതുമാതിരി ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതുപോലെ ടേസ്റ്റിയാണ് സംഭവം. ഇത് വെറുതെ ഒരു ഞാൻ ചോക്ലേറ്റ് ഒന്ന് ഇങ്ങനെ ഇട്ടുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാ ഇത് കണ്ടില്ലേ, ഈ ചോക്ലേറ്റ് ഞാൻ ഹോം മെയ്ഡാണ്, കൊക്കോ പൗഡർ വെച്ച് ചെയ്തതാണ്. വളരെ ഈസിയാണ്. അപ്പോൾ കൊക്കോ പൗഡറും ഷുഗറും കോൺ പൗഡറും വെച്ച് എടുത്ത് ചെയ്ത് വെച്ചിരിക്കുന്നത് ചോക്ലേറ്റാണ്. കണ്ടോ, അപ്പോൾ നമുക്കിത് പല ഫ്ലേവറിലും ചെയ്തെടുക്കാം. ക്രീമിൽ സ്ട്രോബെറി കളർ മിക്സ് ചെയ്ത് നമുക്കതും ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. ബൈ. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ഡോണറ്റ്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ വരുന്നവരെ ഹനാ സലാമി സൈനിങ് ഓഫ്.